ചില വീഡിയോസ് വന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഈ വീഡിയോസ് ഒന്നും ആരും കാണൂല എന്ന് കേട്ടോ. പക്ഷെങ്കിലും ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. ചില വീഡിയോസ് അതുപോലെ നമുക്കിത് പറയണം എന്ന് തോന്നും, അതിലെന്തോ ഒരു നന്മയുണ്ട് എന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോമ്പിൻ്റെ 2 ദിവസം മുന്നേ നാത്തൂനെയും കൊണ്ടിട്ട് ഒരു MRI സ്കാൻ എടുക്കാൻ കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഷാജി MRI സെൻറ്ററിലോട്ട് എനിക്ക് പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന്, അതായത് കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നിന്ന് അവിടെ എത്തുന്നതിൻ്റെ അടുക്ക് ഏകദേശം 8ഓളം സ്ഥലത്താണ് ഞാൻ മരം മുറിക്കുന്നതും മരം കയറ്റി അയക്കുന്നതും കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, റിപ്പീറ്റ് സെയിം വിഷ്വൽസ് ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇക്ക പറയാം അതൊന്നും ആരും കാണൂലെന്ന്. പക്ഷേ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ മനസാക്ഷിക്ക് വേണ്ടി ഇത് ആരെങ്കിലും ഒരാൾ കണ്ടിട്ട്, ഒരാളെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു മരം വെട്ടുകാരനെങ്കിലും ഈ ഒരു കാര്യം അഡാപ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ, ഒരു കമ്പനിയെങ്കിലും ഈ ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം, വലിയൊരു നന്മയല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഒരു സംഭവമാണ് ഈ മരം മുറിക്കുന്ന ശബ്ദം. എൻ്റെ ഈ ഒരു സ്ഥലം പറഞ്ഞാൽ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം ഒരു കുന്നിൻ്റെ മേലെയാണ്. പക്ഷേ കുന്നിൻ്റെ മേലെയാണ്, താഴെ നല്ല പാടാണ്, തോടും പാടും അതുപോലെ കുന്നും മരങ്ങളും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗ്രാമമാണ് കേട്ടോ ഞങ്ങളെ മുണ്ടക്കുളം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ മരങ്ങൾ മുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുതിയ റോഡ് വന്നു, അതിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തുള്ള കുറേ മരങ്ങൾ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, മാവ് പൂത്തത് കാണിച്ചിട്ടില്ലേന്നു. ആ മാവ് ഫുള്ള് കരിഞ്ഞുണങ്ങിപ്പോയി മക്കളെ. മാവല്ല, അതിലെ പൂക്കളും ഫുള്ള് ഉണങ്ങിപ്പോയി. ഒരൊറ്റ കായ് പോലും കിട്ടാത്ത രീതിയിലോട്ട് ഫുള്ള് ഉണങ്ങിപ്പോയി കേട്ടോ. കാരണം അത്രയും ടെമ്പറേച്ചറാണ്. ഈ റമദാനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ, ഈ ചൂട് നിങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ അത്രയും വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മളെ പ്രകൃതി ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം, ഒരു വലിയൊരു കാരണം നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത തന്നെയാലേ. അപ്പം ഞാൻ പറയുന്നത്, പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ മരം മുറിച്ചിരുന്നത് തേക്ക്, പ്ലാവ് ഇത്തരത്തിലുള്ള മരങ്ങൾ ഓരോരുത്തരും വീട്ടിലോട്ട് ആവശ്യമായത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മുറിച്ചതായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫർണിച്ചർ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് തേക്ക്, പ്ലാവ് ഇങ്ങനത്തെ മരങ്ങളൊക്കെ മുറിച്ച് കൊടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ അതാണോ സ്ഥിതി? ഇന്നിപ്പോൾ എല്ലാ മരങ്ങളും, ഏത് കാട്ടുമരങ്ങളും, ഒങ്ങായിക്കോട്ടെ, തേക്കായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, എന്തിന് ഈ മറ്റേ ചൊറിയുന്ന സംഭവമില്ലേ, പിന്നെന്താ പറയുക, ചേര്, അതുവരെ വില കൊടുത്ത് ആളുകൾ വാങ്ങിയിട്ട് പോവാണ്. റെഡി ക്യാഷ്, അപ്പം പൈസ കൊടുക്കുക, അപ്പം മുറിക്കുക, വില പറയുക, വാങ്ങുക, വിൽക്കുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവർ വരുന്നു, ലോറിയായിട്ട് വരുന്നു, കട്ട് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഞങ്ങളെ ഈ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്ന ഒരു കുന്ന്, മരങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഭംഗി ഉണ്ടായിരുന്ന ഒരു കുന്ന് ഒരു മൊട്ട കുന്നായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. തെങ്ങ് കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലോട്ട് നമ്മളെ നാട് മാറുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മരം മുറിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അല്ലേ, ഇതിങ്ങനെ വാങ്ങിപ്പോകുന്നവർ, അവരിതിൻ്റെ ഒപ്പം തന്നെ തൈകളും ഒന്ന് വിൽക്കുക. അതായത് നിങ്ങൾ ഒരു മരം മുറിക്കുമ്പോൾ 2 തൈകൾ ആ പ്ലോട്ടിൻ്റെ ഉടമസ്ഥന്മാർക്ക് കൊടുക്കുക. അതപ്പം തന്നെ അവിടെ നടുക. അതിന് പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പോരുകയാണെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബാക്കി വെച്ച് എന്നുള്ളൊരു ഇതുണ്ടാവും. കാരണം നിങ്ങൾ ഈ മുറിച്ചിട്ട് അപ്പം തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് അന്നൊരു സന്തോഷം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. കാരണം ഞാൻ ചെയ്യുന്ന ജോലി അത് ഈ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്, എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു ഉത്തമ ബോധ്യം. നമുക്ക് എല്ലാത്തിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവണം അല്ലേ, നമ്മളെ ഭൂമിയോട്, നമുക്ക് എല്ലാത്തിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ്സ് വേണം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയുടെ പേരിൽ, അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾ ഉറക്കത്തിനത്, നിങ്ങൾക്ക് അത് അങ്ങനെ മുറിച്ചു പോയിട്ട് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ചെയ്തെന്ന് പറയാം അല്ലേ. ചിലപ്പം പറയാം അതെൻ്റെ ജോലിയല്ലേ, അത് അവരുടെ ജോലിയല്ലേ, അത് അവർ ചെയ്യല്ലേ. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരിത്തിരിയെങ്കിലും ഒരു തിന്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മരം മുറിക്കുമ്പോൾ ഒരു 2 തൈയെങ്കിലും നടാൻ വേണ്ടി കൊടുക്കുക. അതുപോലെ നട്ടിട്ട് പോരുക. കാരണം ഈ മരങ്ങളെല്ലാം മുറിച്ച് തരിശ് ഭൂമിയാക്കിയിട്ട് ഇവിടെ ഇനിയും ഒരുപാട് തലമുറകൾ വായാനുള്ളതാ അല്ലേ.
ഈ ടെമ്പറേച്ചറൊക്കെ കൂടുന്ന ഈ ഒരു സമയത്ത് നമ്മളെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കയ്യൊപ്പ് നിങ്ങളുടെ വക ഓരോ തൈകൾ, ഒരു മരം മുറിക്കുമ്പോൾ ഒരു 2 തൈകളെങ്കിലും മിനിമം നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.